ഇതര സഭകളോടുള്ള ബന്ധത്തിൽ പുലർത്തുന്ന അദ്ദേഹത്തിന്റെ സഭയ്ക്ക് സംരംഭങ്ങളോട് തുറന്ന മനോഭാവമാണ് ഉള്ളത്. എല്ലാ മതങ്ങളെയും ആദരിക്കുകയും മതസൗഹാർദ്ദം പുലരുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പിതാവിന്റെ ഓരോ ചുവടും അനുകരണീയമാണ്. വിശാല മനുഷ്യ സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന അത്യുപയൂജ്യ കാതോലിക്ക ബാവ തിരുമേനി സാമൂഹ്യ പ്രശ്നങ്ങളോട് എപ്പോഴും ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന്റെ പ്രകടമായ സാക്ഷ്യമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നാമഭേദ തിരുനാളിനോടനുബന്ധിച്ച് പിതാവ് നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തികൾ. ഈ കാരുണ്യ പ്രവർത്തികളിലേക്ക് എത്തി നോക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തെക്കൻ ജില്ലകളിലെ സമർത്ഥരായ ആൺകുട്ടികൾക്ക് വേണ്ടി കാട്ടാക്കട പ്രദേശത്ത് ബെത്ലഹേം ബോയ്സ് ഹോം ആരംഭിച്ചുകൊണ്ട് തന്റെ ആദ്യ നാമഭേദ തിരുനാൾ അഭ്യുദയ പിതാവ് ആഘോഷിച്ചു. തെക്കൻ പ്രദേശത്തെ നമ്മുടെ സമുദായ പുനരുദ്ധാരണത്തിൽ ഈ സ്ഥാപനം ഒരു നാഴികക്കല്ലായി മാറ്റപ്പെട്ടു. നമ്മുടെ സമൂഹത്തിൽ അശ്രദ്ധമായി കഴിയുന്ന ദുർബലരും മാനസിക വൈകല്യം നേരിടുന്നവരുമായ രോഗികൾക്കായി നാലാച്ചിറയിൽ മാറിമാനിയോസ് വിദ്യാനഗറിനോടടുത്ത് മാർ ഗ്രിഗോറിയോസ് സ്നേഹവീട് എന്ന പദ്ധതി ആവിഷ്കരിച്ച് അനേകരെ അവിടെ പുനരധിവസിപ്പിച്ചു. കഴിഞ്ഞ 17 വർഷങ്ങളിലായി മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന 535 പേരെ പുനരധിവസിപ്പിക്കുവാൻ ഈ ഭവനത്തിന് കഴിഞ്ഞു. ഇപ്പോൾ 98 പേരാണ് ഈ സ്നേഹഭവനത്തിന്റെ തണലിൽ കഴിയുന്നത്. ഭിന്നശേഷിക്കാരായ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ചീക്കനാലിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് മെമ്മോറിയൽ ആശ്വാസ സ്പെഷ്യൽ സ്കൂളിന്റെ ഉന്നമനത്തിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് ചാരിറ്റി ഫണ്ട് വിനിയോഗിച്ചത്. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സഹായിക്കുകയും അവർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി പിരപ്പൻകോട് ആരംഭിച്ച സെന്റ് ജോൺസ് മലങ്കര കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചാരിറ്റി ഫണ്ട് വിനിയോഗിച്ചു. 80 പേരെ ഒരേ സമയം കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ മെഡിക്കൽ വില്ലേജിൽ ഉള്ളത്. കുറഞ്ഞ ചെലവിൽ മികച്ച ആതുര സേവനമാണ് ഇപ്പോൾ മെഡിക്കൽ വില്ലേജിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 പിരപ്പൻകോട് സെന്റ് ജോൺസ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഡയാലിസിസ് നടത്തുന്നതിന്റെ ഭാഗമായി ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കുവാനും അതിനുള്ള സംവിധാനം ക്രമീകരിക്കുവാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ക്രമീകരിച്ചു. 9 യൂണിറ്റുകൾ ഇപ്പോൾ അവിടെയുണ്ട്. പ്രതിമാസം 500ഓളം പേർക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുവാൻ സാധിക്കും. 2013 മേഖല തിരൂരിലെ 2000 കുടുംബങ്ങൾക്ക് ഭവനം എന്ന ഒരു സ്വപ്ന പദ്ധതി, സ്നേഹപൂർവ്വം ഒരു വീട്, ഇതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിലെ ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾക്ക് കൂടി അത് അനുഭവവേദ്യമാക്കുക എന്ന ഉദ്ദേശത്തിൽ 50 ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനായി സഹായം പ്രത്യേകമായി നൽകുകയുണ്ടായി. 2014 തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കെത്തുന്ന
രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്വസ്ഥമായി താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സങ്കേതം സാന്ത്വനം എന്ന പേരിൽ സെന്റ് മേരീസ് സ്കൂളിനോട് ചേർന്ന് പുനർനിർമ്മിച്ച് നൽകുകയുണ്ടായി. 2015 ശാരീരികമായി ക്ഷയിച്ച് ജീവിതത്തിൽ പ്രതീക്ഷയായിട്ട് പോകുന്ന ക്യാൻസർ രോഗികളെ ചികിത്സിക്കുവാനായി അവർക്ക് പുനരധിവസിപ്പിക്കുവാനായി ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ജന്മശതാബ്ദി സ്മാരകമായി പിരപ്പങ്കോട് സെന്റ് ജോൺസ് മലങ്കര മെഡിക്കൽ വില്ലേജിൽ ഒരു ക്യാൻസർ കെയർ സെന്റർ സ്ഥാപിച്ചു. 2016 ചാരിറ്റി ഫണ്ട് പ്രായമായി സജീവമായി ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരിൽ താമസിക്കുന്നതിനുള്ള സായുജ്യം എന്ന വൈദിക നഗരം പിരപ്പങ്കോട് മെഡിക്കൽ വില്ലേജ് കോമ്പൗണ്ടിൽ പണികഴിപ്പിച്ചു. വസിക്കാൻ